അന്തരിച്ച കഥാകൃത്ത് അക്ബർ കക്കട്ടിലിൻ്റെ ഏറെ വായിക്കപ്പെട്ട കഥയാണ് ചെറിയ അബൂബക്കർ മുസ്ലിയാർ. മുസലിയാർ എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഒരുപക്ഷെ പ്രാദേശികമായ നാട്ടുഭാഷയുടെ വാമൊഴി വഴക്കമായിരിക്കാം അങ്ങനെ പ്രയോഗിക്കാനുണ്ടായ കാരണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു സൂഫി വര്യൻ്റെ കഥയായാണ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും മുസ്ലിം പശ്ചാത്തലത്തിലാണ്. അതിൻ്റെ ഒരു ആത്മീയവും ആധ്യാത്മികവുമായ ചില തലങ്ങളൊക്കെ ഈ കഥയ്ക്കുണ്ട്. അദ്ദേഹം തന്നെ അക്ബർ കക്കട്ടിൽ തന്നെ തൻ്റെ ഏറ്റവും മികച്ച കഥയായി മാതൃഭൂമി വാർഷിക പതിപ്പിന് വേണ്ടി തിരഞ്ഞെടുത്തത് ഈ കഥയെയാണ്. ഈ കഥ സാമാന്യം ദീർഘമായ കഥയാണ്. പലതവണയായി വായിച്ചിട്ടുണ്ട്. ഓരോ തവണ വായിക്കുമ്പോഴും വീണ്ടും വീണ്ടും വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ, ഒരുപക്ഷെ അതിൻ്റെ ആത്മീയമായ ഒരു പരിസരമാകാം, അതിൻ്റെ മതാത്മകതയാവാം. അങ്ങനെ ഒരു വായിപ്പിക്കുന്ന ഒരു ഘടകം ഇതിലുണ്ട് എന്നതിൽ തർക്കമില്ല. ആ കഥ വായിക്കാം. കഥയുടെ പേര് ചെറിയ അബൂബക്കർ മുസ്ലിയാർ എന്നാണ്. പറമ്പിൽ തെങ്ങിൻ മൂട് തുറന്ന് വളമിടുകയായിരുന്നു. സാധാരണയായി ഇതിന് മേൽനോട്ടം വഹിക്കുക വീട്ടിൽ സഹായത്തിന് നിൽക്കുന്ന ഹുസൈനാണ്. ഹുസൈന് പുലർച്ചെ മുതൽ വയറുവേദനയ്ക്കുള്ള ഒരു ഗുളിക എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കുറച്ചു നേരത്തെ കൊടുത്തെങ്കിലും വേദന മാറിയിട്ടില്ല. അല്പം കൂടി നോക്കി ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകണം. ഹുസൈൻ കിടപ്പിലായതുകൊണ്ട് അന്ന് ഓഫീസിൽ നിന്ന് അവധിയെടുത്തിരിക്കുകയാണ് ഞാൻ. പണിക്കാരുടെ അടുത്ത് ബന്ധപ്പെട്ട ആരെങ്കിലും നിന്നില്ലെങ്കിൽ ഒന്നും വിചാരിച്ച മട്ടിലാവില്ല. ഇക്ബാലെ ഒന്ന് വന്നിട്ടങ്ങ് പോട്, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. പിൻകോലായിൽ നിന്ന് ഉമ്മ പറഞ്ഞു. ആരാ? ചെറിയ അബൂബക്കർ മൊയ്ലിയാരാ. ചെറിയ അബൂബക്കർ എന്ന പ്രയോഗം എന്നിൽ കൗതുകമുണർത്തി. നമ്മുടെ അബൂബക്കർ മൊയ്ലിയാര മോന. കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി ഉമ്മ പറഞ്ഞു. അബൂബക്കർ മുസ്ലിയാരുടെ മകൻ ചെറിയ അബൂബക്കർ. എഡ്വേർഡ് രണ്ടാമൻ, ലൂയി 14 എന്നൊക്കെ പറയും പോലെ അബൂബക്കർ രണ്ടാമൻ, ചെറിയ അബൂബക്കർ. ആളെ ശരിക്കും തിരിഞ്ഞിക്കോ. എനിക്ക് ഇക്ബാൽ എന്ന് പേരിട്ട അബൂബക്കർ മൊയ്ലിയാരുടെ മോൻ തന്നെ. അപ്പോഴാണ് വന്നതാരാണെന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയത്. അബൂബക്കർ മുസ്ലിയാർ, ദിവ്യ പരിവേഷമുള്ള സിദ്ധൻ. അദ്ദേഹവുമായി എനിക്കുള്ള കടപ്പാട് പേരിൻ്റെ കാര്യത്തിലാണ്. ഞങ്ങളുടെ ഗ്രാമത്തിൽ, ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും പ്രചാരമുള്ള പേരുകൾ അഹമ്മദ്, പോക്കർ, കുഞ്ഞവുള്ള തുടങ്ങിയവയായിരുന്ന കാലത്താണ് തികച്ചും പുതുമയുള്ള ഒരു പേര് എനിക്ക് അദ്ദേഹം നൽകിയത്, ഇക്ബാൽ. ആ അബൂബക്കർ മുസ്ലിയാരുടെ മകനെ ഉടനെ കാണാൻ എനിക്ക് ആവേശമായി. അബൂബക്കർ മുസ്ലിയാർ മരിച്ചിട്ട് വർഷങ്ങളായിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു മകനുള്ള കാര്യം അറിയാമെന്നല്ലാതെ ആളെ ഇതുവരെ കണ്ടിട്ടില്ല. ഒരിക്കൽ ഞാൻ ആ വീട്ടിൽ പോയിരുന്നെങ്കിലും കാണാൻ കഴിഞ്ഞില്ല. പണിക്കാർക്ക് ചില നിർദ്ദേശങ്ങൾ കൂടി കൊടുത്ത് ഞാൻ പിൻകോലായിലൂടെ അകത്തു കയറി. ഉമ്മയും പിന്നാലെ വന്നു. കാഴ്ചയ്ക്ക് ചെറിയ കുട്ടിയാ. ഇന്നൊന്നൊന്നും വിളിക്കരുത്. മൊയ്ലിയാന്മാരെ മക്കളെയും നിങ്ങളെന്നേ വിളിക്കാവൂ. പിന്നെ ആദരിച്ച് നിൽക്കുകയും വേണം, ഇല്ലെങ്കിൽ പൊരുത്തക്കേടായി പോകും. ഏറെ കറാമത്ത് കാണിച്ച അബൂബക്കർ മൊയ്ലിയാര മോന. എനിക്കറിയാലോ, ഓറ് ഔലിയായിരുന്നു. പരമാവധി വിദ്യാഭ്യാസം നേടിയിട്ടും വയസ്സ് 40 കഴിഞ്ഞിട്ടും 3 മക്കളുടെ പിതാവായിട്ടും ഞാനിപ്പോഴും ഉമ്മയ്ക്ക് ചെറിയ കുട്ടിയാണ്. അതിനാൽ ഉമ്മ എപ്പോഴും ഉമ്മയുടേതായ രീതിയിൽ എന്നെ ഉപദേശിക്കുന്നു. അതിൻ്റെ സുഖമൊന്ന് വേറെ തന്നെ. പ്രഭാത കൃത്യങ്ങളൊന്നും കഴിയാതെയാണ് പറമ്പിൽ പോയതെന്നതിനാൽ അതും കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് മുസ്ലിയാരെ കാണാമെന്ന് വെച്ച് ഞാൻ സോപ്പും തോർത്തുമെടുത്ത് ബാത്റൂമിലേക്ക് കയറി. അബൂബക്കർ മുസ്ലിയാരായിരുന്നു എൻ്റെ മനസ്സ് നിറയെ. കള്ളിമുണ്ട്, മുട്ടുമറയാൻ മാത്രമുള്ള കൈയുള്ള കാപ്പു വെച്ച് തുന്നിയ വലിയ കുപ്പായം, നീണ്ട താടി, മുറുക്കുകറയുള്ള പല്ലുകൾ. ആ പൂച്ചക്കണ്ണുകൾക്ക് എന്തൊരു തീക്ഷ്ണതയായിരുന്നു. ഉപ്പയും അബൂബക്കർ മുസ്ലിയാരും തമ്മിൽ അഗാധമായ അടുപ്പമുണ്ടായിരുന്നതായി എനിക്കറിയാം. ഞാൻ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിശേഷ ദിവസങ്ങളിൽ എന്നും എത്തിയിരുന്ന മുസ്ലിയാരുടെ ചുറുചുറുക്കുള്ള ചിത്രം ഇപ്പോഴും മുമ്പിലുണ്ട്. ബറാഅത്തിനും മൗലൂദിനുമെല്ലാം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എനിക്കുള്ള പലഹാരപ്പൊതി ഉണ്ടാകുമായിരുന്നു. പശുവിൻ നെയ്യ് ചേർത്തുണ്ടാക്കുന്ന മുന്തിരിയും കശുവണ്ടിപ്പരിപ്പും വിളങ്ങുന്ന ഹലുവയുടെയും അരിയുരുട്ടി വെച്ച് പൊരിക്കുന്ന കല്ലുമക്കായയുടെയും സ്വാദ് ഇന്നും എൻ്റെ നാവിലുണ്ട്. മുസ്ലിയാർ വരുന്ന ദിവസം വീട്ടിൽ ഒരു ഉത്സവ പ്രതീതി തന്നെയാവും. നാട്ടുപ്രമാണിമാർ, മഹല്ല്, മറ്റു കാര്യങ്ങൾ എല്ലാറ്റിനും നടുനായകമായി ഉപ്പയുടെ ഉച്ചത്തിലുള്ള വർത്തമാനം,
ആകെപ്പാടെ കേമം തന്നെ. അബൂബക്കർ മുസ്ലിയാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് മഹല്ലിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുക. കുട്ടികളെ ദർസിലയക്കുന്നത് മുതൽ കല്യാണ നിശ്ചയം വരെ അജണ്ടയിലുണ്ടാകും. അടുക്കളയിൽ ഉമ്മയ്ക്കന്ന് പണിയോട് പണിയായിരിക്കും. ഓട്ടുപത്തിരിയും കോഴിയിറച്ചിയും മടുക്കും വരെ തിന്നാനുണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം പിറ്റേന്നത്തെ പ്രഭാതം വിലപിടിച്ചതാണ്. പ്രാതലിന് ആട്ടിൻ തലയുണ്ടാകും. അത് പൊട്ടിച്ച് തലച്ചോറ് മുഴുവൻ മുസ്ലിയാർ എനിക്ക് തരും. ഞാൻ ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും രുചിയുള്ള ആഹാരമാണത്. പിന്നെ അബൂബക്കർ മുസ്ലിയാർ വരാതായി. ഉപ്പ പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. അദ്ദേഹം പഴയ മുസ്ലിയാർ ഒന്നുമല്ല, ഒരുപാട് അത്ഭുത സിദ്ധികളുള്ള അമാനുഷനാണ്. ഉപ്പയാണ് എന്നെ അബൂബക്കർ മുസ്ലിയാരുടെ വീട്ടിൽ കൊണ്ടുപോയത്. അതിനു മുമ്പേ മുസ്ലിയാരുടെ ചില കറാമത്തുകളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഒരിക്കൽ ഷൊർണൂറിൽ പോകുന്നതിന് അബൂബക്കർ മുസ്ലിയാർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ്. അദ്ദേഹം പ്ലാറ്റ്ഫോമിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴാണ് വണ്ടി വിട്ടത്. ഓടി നോക്കിയെങ്കിലും കിട്ടിയില്ല. മുസ്ലിയാർ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ സിമന്റ് ബെഞ്ചിലിരുന്നു. വണ്ടി കല്ലായിലെത്തിയതേയുള്ളൂ. പെട്ടെന്ന് നിന്നു. തീവണ്ടിയുടെ ആളുകൾ ഒട്ടാകെ പരിശോധിച്ചിട്ടും ഒരു കുഴപ്പവും കാണുന്നില്ല. പഠിച്ച പണി 18 നോക്കിയിട്ടും ആ വണ്ടി മുമ്പോട്ടേക്ക് നീങ്ങുന്നുമില്ല. അപ്പോഴാണ് ആരോ പറഞ്ഞത്, ഔക്കർ മൊയ്ലിയാരെ കയറ്റാതാ വണ്ടി പോകുന്നത്. ഓറ് സ്റ്റേഷനിലുണ്ടാവും, ഓറെ കയറ്റിയ വണ്ടി ഇളകും. കേട്ടവർ ചിരിച്ചു. എന്നാൽ സംഭവിച്ചതോ? ഒടുക്കം ബന്ധപ്പെട്ടവർ തന്നെ മുസ്ലിയാരെ അന്വേഷിക്കാൻ തീർച്ചയാക്കി. വണ്ടി റിവേഴ്സിൽ സുഖമായി ഓടി. മുസ്ലിയാരെ കയറ്റിയ ശേഷം അത് മുമ്പോട്ടും നീങ്ങി. മറ്റൊരവസരത്തിൽ മുസ്ലിയാരും കുറെ ആലിമീങ്ങളും അസ്ർ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം കൂട്ടത്തിലുണ്ടായിരുന്ന ആലി ഹാജിയെ വാരിയെടുത്തു പൊക്കി വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് നിലവിളിച്ചു. കൂടെയുള്ളവർ അന്തം വിട്ടു നിന്നു. അല്പം കഴിഞ്ഞാണ് ആരോ വന്നു പറഞ്ഞത്, ആലിഹാജിയുടെ മകൻ കിണറ്റിൽ വീണെന്നും ആരോ പിടിച്ചുയർത്തിയെന്നും. പിടിച്ചുയർത്തിയ ആളെ കണ്ടില്ലത്രേ. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. ഉപ്പയോടൊപ്പം അബൂബക്കർ മുസ്ലിയാരുടെ വീട്ടിലെത്തിയ ദിവസം അവിടെ നേർച്ച നടക്കുകയായിരുന്നു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്ക് വേണ്ടി എത്തിയ സ്ത്രീ പുരുഷന്മാരുടെ ഉയ്യാരമാണ് അവിടെ. ഉമ്മറത്ത് ബടാപ്പുറത്ത് വിയർത്ത് കുളിച്ചിരിക്കുകയാണ് മുസ്ലിയാർ. ചുറ്റിലും നിന്ന് 2-3 പേർ വീശിക്കൊടുക്കുന്നു. മുസ്ലിയാരുടെ മുമ്പിൽ ഒരു വലിയ ട്രേയുണ്ട്. ആളുകൾ ക്യൂവിൽ നിന്ന് നേർച്ചപ്പണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അദ്ദേഹം അത് ട്രേയിൽ ഇടുന്നു. ട്രേ നിറയുമ്പോൾ ഉത്സാഹക്കാർ അതുമായി അകത്തുപോയി ഒഴിഞ്ഞ ട്രേ വീണ്ടും മുമ്പിൽ കൊണ്ടുവയ്ക്കുന്നു. മുസ്ലിയാരുടെ കൈപിടിക്കാനും മുത്താനും ഒരു കുതൂഹലം തന്നെ നടക്കുന്നുണ്ട്. ക്യൂ തെറ്റിക്കരുതെന്നും മുസ്ലിയാരെ ബുദ്ധിമുട്ടിക്കരുതെന്നും മൈക്കിലൂടെ വിളിച്ചു പറയുന്നുമുണ്ട്. വരുന്നവർക്കെല്ലാം ഇറച്ചിയും ചോറും കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മുസ്ലിയാർ കുടിക്കുന്ന ചായയുടെ ബാക്കിക്കും റൊട്ടിയുടെ ബാക്കിക്കും ജനങ്ങൾ കടിപിടി കൂടുന്നു. ആ ആൾക്കൂട്ടത്തിലും ഉപ്പയ്ക്ക് പ്രത്യേക പരിഗണനയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം ഞങ്ങളെ അടുത്തു തന്നെ ഇരുത്തി. ഉപ്പയോട് ആ തിരക്കിൽ 1-2 കുശലങ്ങൾ ചോദിച്ചു. എന്നെ മടിയിലിരുത്തി മുസ്ലിയാർ പറഞ്ഞു, നിനക്ക് രാജകീയമായ ജോലി സിദ്ധിക്കും. അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അർത്ഥങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ മുമ്പിൽ ചോദ്യങ്ങൾ ഉയരാനും തുടങ്ങിയത്. തീവണ്ടി നിൽപ്പിച്ചതിന് ദൃക്സാക്ഷികളുണ്ടോ? കിണറ്റിൽ നിന്ന് ഒരാളെ കരകയറ്റിയതിന് തെളിവുണ്ടോ? എനിക്ക് ഒന്നിനും ഒരു തെളിവും കിട്ടിയില്ല. ഒരു ദിവസം ഞാനിതിനെപ്പറ്റി ഉപ്പയോട് ചോദിച്ചു. ഉപ്പ ചൂടായി. കാഫ്രീങ്ങളുടെ കൂടെയാ നടത്തം, വന്ന് ജാഹിലായി അല്ലേ? പിന്നെ ഞാൻ ഒരക്ഷരം മിണ്ടിയില്ല. വിദ്യാഭ്യാസവുമായി നഗരം ചുറ്റാൻ തുടങ്ങിയതോടെ അബൂബക്കർ മുസ്ലിയാരുടെ ലോകം എന്നിൽ നിന്ന് അകലുകയായിരുന്നു. സർക്കാർ ഓഫീസിൽ ക്ലർക്കായി ജോലി കിട്ടിയപ്പോൾ എന്നും മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആ രാജകീയ ജോലിയെക്കുറിച്ച് ഞാൻ മടിച്ച് ഉപ്പയോട് ചോദിക്കുക തന്നെ ചെയ്തു. ഉപ്പ എന്നെ രൂക്ഷമായി നോക്കി. അടുത്തുണ്ടായിരുന്ന സദർ മൊയ്ലിമാണ് മറുപടി പറഞ്ഞത്. ഇപ്പോൾ രാഷാഫ് ഇല്ലല്ലോ, അതിനാലെ കൊണ്ട് രാഷാഫ് എന്ന് വെച്ചാൽ ഗവൺമെന്റ്. ഇനി ഗവൺമെന്റ് അല്ലേ കൂലി തരുന്നത്? ഉപ്പയുടെ മുഖത്ത് തിളക്കം. പിന്നീടെന്നോ ആണ് എന്തോ പറയുന്ന കൂട്ടത്തിൽ അബൂബക്കർ മുസ്ലിയാർ മരിച്ച വിവരം ഉപ്പ പറഞ്ഞറിഞ്ഞത്. എന്തെന്നില്ലാത്ത ഒരു പ്രയാസം എനിക്കുണ്ടായി. ഹേയ്, എന്താ ആലോചിക്കുന്നത്? എത്ര നേരായി വിളിക്കുന്നു? ചാരിയ വാതിൽ തുറന്ന ഭാര്യ. ഞാൻ തലതോർത്തുകയാണ്. പല്ലുതേപ്പും കുളിയുമെല്ലാം യാന്ത്രികമായി നടന്നിരിക്കുന്നു. ഒന്നുമില്ല. ജാള്യം പുറത്തു കാണിക്കാതെ ഞാൻ പറഞ്ഞു. ഒന്നുമില്ലാന്ന്? ഹുസൈന് വയറുവേദനയ്ക്കൊരു വ്യത്യാസമല്ല. വേഗം ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകുന്നത് തന്നെയാ നല്ലത്. എന്നാൽ നീ അവനോട് വേഗം റെഡിയാവാൻ പറ. ഞാനൊന്ന് ചെറിയ അബൂബക്കർ മുസ്ലിയാരെ കണ്ട് വേഗം ഒരുങ്ങാം. ബടാപ്പുറത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ഉപ്പയോട് സംസാരിക്കുകയായിരുന്ന ചെറിയ അബൂബക്കർ മുസ്ലിയാർ ഇടയ്ക്കൊന്ന് എണീറ്റ് നിര്യാണി മറയാത്ത ഒറ്റച്ചുറ മുണ്ട് മുറുക്കിയെടുത്ത്
നീളക്കയ്യൻ കോട്ടൺ ഷർട്ട് നേരെയാക്കി വീണ്ടും പഴയപടിയിരുന്നു. ആ നൈലോൺ തലയ്ക്കെട്ടും കോളറിനുള്ളിൽ മടക്കി വെച്ച വരയൻ ഉറുമാലും ഞാൻ താല്പര്യപൂർവ്വം നോക്കി. 16-17 വയസ്സുള്ള പയ്യനാണ്. നല്ല ഓമനത്വമുള്ള മുഖം, കൊച്ചു കുട്ടികളുടെ ഭാവം. ഫതോയ് മൊയ്യനും അൽഫിയയും ഓതിയിട്ടുണ്ട്. ഉപ്പയുടെ ചോദ്യത്തിന് മറുപടിയാവണം ചെറിയ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ബടാപ്പുറം ചേർത്തിട്ടിരിക്കുന്ന ചൂരൽ കസേരയിലാണ് ഉപ്പ ഇരിക്കുന്നത്. കയ്യിൽ ചെറിയ ട്രാൻസിസ്റ്റർ റേഡിയോ. ഈ റേഡിയോ ഇല്ലാതെ ഉപ്പയെ സങ്കല്പിക്കാനാവില്ല. റേഡിയോ കേടായിട്ട് 4-5 നാളായി, എന്നാലും കൈവിടില്ല. ബ്രൈറ്റ് റേഡിയോവിലെ അശോകനെ കൊണ്ട് നോക്കിച്ചു കൊടുക്കണമെന്ന് കരുതിയതാണ്. പല തിരക്കു കാരണം ഇതുവരെ പറ്റിയില്ല. മൊയ്യാറെ, എൻ്റെ മോൻ വരുന്നുണ്ട്, ഇക്ബാല്. ഗവൺമെന്റിൽ പണിയാ. നിങ്ങൾ രണ്ടാളും പരിചയപ്പെട്ട് വർത്താനം പറയും. ഉപ്പ ട്രാൻസിസ്റ്ററുമായി അകത്തേക്ക് പോയി. ഞാൻ ചെറിയ അബൂബക്കർ മുസ്ലിയാരെ അഭിവാദ്യം ചെയ്തു. അസ്സലാമു അലൈക്കും. അയാൾ ചിരിച്ചതല്ലാതെ അതിന് പ്രത്യഭിവാദ്യമുണ്ടായില്ല. ഒരു കുഞ്ഞിനെ പോലെ എൻ്റെ മുഖത്ത് നോക്കി. നമ്മൾ തമ്മിൽ ആദ്യം കാണുക ഇല്ലേ? ചെറിയ അബൂബക്കർ മുസ്ലിയാർ ചോദിച്ചു. അതെ, ഞാൻ പുഞ്ചിരിച്ചു. എൻ്റെ ബാപ്പ എപ്പോഴും ഇവിടുത്തെ കാര്യങ്ങൾ പറയുമായിരുന്നു. ഈ വീട്ടിൽ ഒരാൾ കുറയുന്നതിന് ഒരാഴ്ച മുമ്പെങ്കിലും ഞാൻ ഇവിടെ വന്ന് താമസിക്കണം എന്നുള്ളത് ബാപ്പയുടെ ഒരാശയായിരുന്നു. ഈ ആഴ്ച ഞാനിവിടെ ഉണ്ടാകും, അയാൾ പറഞ്ഞു. വീട്ടിൽ ഒരാൾ കുറയുന്നതിന് മുമ്പ് എന്ന പ്രയോഗം എന്തോ എനിക്കത്ര സുഖമായി തോന്നിയില്ല. അവിടെ പ്രായമുള്ളവരുള്ളതാണ്. എല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീ പോകണം, വൈകിയാൽ അതിന് കഴിഞ്ഞെന്ന് വരില്ല എന്ന് അയാളുടെ ഉപ്പ പറഞ്ഞിരിക്കാം. അതിങ്ങനെയാണോ എന്നോട് പറയുക? ഭാഷ ഉചിതമായി ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് വെറുതെ അസ്വാസ്ഥ്യത്തിനിടയാകുമെന്ന് ഇയാൾ അറിയുന്നുണ്ടോ? മുസ്ലിയാർ ബടാപ്പുറത്തിനടുത്തുള്ള ജനൽപ്പടിയിൽ വെച്ച തീപ്പെട്ടി എടുത്തു. പുക വലിക്കാനാവുമെന്നാണ് ആദ്യം വിചാരിച്ചത്. ചുവന്നു തുടുത്ത ചുണ്ടുകൾ കണ്ടപ്പോൾ ആ ശീലമില്ലെന്ന് ഊഹിച്ചു. നോക്കി നിൽക്കെ അയാൾ തീപ്പെട്ടിയിൽ നിന്ന് ഒരു കോലായെടുത്ത് ഉരച്ചു കത്തിച്ച് മുറ്റത്തെറിയാൻ തുടങ്ങി. ഒരു രസം, അത്ര തന്നെ. ഇടയ്ക്ക് എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നുമുണ്ട്. നോ ഡയലോഗ്. പയ്യൻ കൊള്ളാമല്ലോ. ഉമ്മ ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി വന്നു. മൊയ്ലിയാറെ, ഈ വെള്ളം ഒന്ന് മന്ത്രിച്ചു തരണം. ഇവിടുത്തെ കാര്യസ്ഥൻ ഹുസൈന് പുറത്തൂടാത്ത പള്ളവേദന. കുളിക കുടിച്ചിട്ടൊന്നും ഒരു ഗുണവുമില്ല. ചെറിയ അബൂബക്കർ മുസ്ലിയാർ അവസാനത്തെ കൊള്ളിയും വലിച്ചെറിഞ്ഞ് ഗ്ലാസ് വാങ്ങി. ആ മുഖം പൊടുന്നനെ ഗൗരവപൂർണമായി. കണ്ണടച്ച് അയാൾ വെള്ളത്തിൽ മന്ത്രിച്ചൂതാൻ തുടങ്ങി. ഉമ്മ ഗ്ലാസുമായി അകത്തേക്ക് പോകുന്നതിനിടയിൽ എന്നെ ചൂണ്ടി പറഞ്ഞു. ഇവന് ഇക്ബാൽ എന്ന് പേരേ ഉള്ളൂ, ദീനില്ല. ഇതിലൊന്നും ഇവന് വിശ്വാസമില്ല. നിങ്ങൾ ഇവന് കുറച്ച് മതം പറഞ്ഞു കൊടുക്കണം. ചെറിയ അബൂബക്കർ മുസ്ലിയാർ എന്നെ നോക്കി ചിരിച്ച് ഒന്ന് കണ്ണിറുക്കി. ഉപ്പ വീണ്ടും റേഡിയോയുമായി പ്രത്യക്ഷപ്പെട്ടു. അല്ല സൂപ്പിക്ക, നേരത്തെ ചോദിക്കണമെന്ന് കരുതിയതാ, എന്താ റേഡിയോ പാടാത്തെ? കുറെ ദിവസമായി കേടാ മൊയ്ലിയാരെ, നോക്കട്ടെ. മുസ്ലിയാർ റേഡിയോ വാങ്ങി തിരിച്ചും മറിച്ചും നോക്കി. ഒരു നോബിൽ പിടിച്ചു തിരിച്ചു. പെട്ടെന്ന് മേലോട്ട് വലിച്ചു. നോബത കയ്യിൽ. അയാൾ എന്നെ നോക്കുമ്പോൾ ആ മുഖത്ത് ജലത. പിന്നെ അത് യഥാസ്ഥാനത്ത് ഉറപ്പിച്ച് എന്നെ ഒന്ന് നോക്കി ഗൗരവത്തിൽ. ആൾ രസികനാണല്ലോ. സ്ക്രൂ ഡ്രൈവർ ഉണ്ടോ? അയാൾ ഉപ്പയോട് ചോദിച്ചു. ഒരു പഴയ ആണി ഇളക്കി ഇവിടെ ഉണ്ടായിരുന്നു, നോക്കട്ടെ. ഉപ്പ അകത്തേക്ക് പോകുമ്പോൾ ചെറിയ അബൂബക്കർ മുസ്ലിയാർ വിലക്കി. അല്ലെങ്കിൽ വേണ്ട, കത്തി മതി. മുസ്ലിയാർ ഉപ്പ കൊണ്ടുവന്ന കത്തി കൊണ്ട് കേസിന്റെ സ്ക്രൂ വേഗത്തിൽ അഴിക്കാൻ തുടങ്ങി. കേസ് എടുത്തൊന്ന് മണം വലിച്ച് ആസ്വദിച്ച മട്ടിൽ തല കുലുക്കി അത് മാറ്റിവെച്ചു. അടുത്തതായി ബാറ്ററി കോണ്ടാക്റ്റിലേക്കാണ് കൈപോയത്. സ്പ്രിംഗ് കത്തി കൊണ്ട് അടയ്ക്ക ചുരണ്ടും പോലെ ചുരണ്ടി കത്തി താഴെയിട്ട് ഒരു വലി. പിന്നെ സ്പീക്കർ പിടിച്ചു വലിച്ചു നോക്കി. സ്പീക്കറിലേക്ക് പോകുന്ന വയറുകൾ ഒന്ന് കുലുക്കിയപ്പോൾ കണക്ഷൻ അറ്റു. വീണ്ടും കത്തിയെടുത്ത് സ്പീക്കറിന്റെ മാഗ്നറ്റിന്റെ മുകളിൽ കൊണ്ടുപോയപ്പോൾ കത്തി ഒട്ടിപ്പിടിച്ചു പോയി. അത് വേർപെടുത്താനുള്ള ശ്രമത്തിലാണ് മുസ്ലിയാർ. റേഡിയോവിന്റെ കാര്യം പോക്ക് തന്നെ എന്ന് എനിക്കുറപ്പായി. ഞാൻ വല്ലതും പറഞ്ഞാൽ ഉപ്പയ്ക്ക് രസിക്കുകയുമില്ല. അനുഭവിച്ചു തന്നെ അറിഞ്ഞോട്ടെ. ഞാൻ ഹുസൈൻ കിടക്കുന്ന മുറിയിലേക്ക് നടന്നു. ഹുസൈൻ എഴുന്നേറ്റിരിക്കുകയാണ്. പ്രസാദഭാവം. ചെറിയ അബൂബക്കർ മുസ്ലിയാർക്ക് അയാളുടെ ബാപ്പയുടെ എല്ലാ ഗുണവും കിട്ടിയിട്ടുണ്ട്. വെള്ളം കുടിക്കുമ്പോഴേക്ക് എൻ്റെ വേദന പറന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കൂ ഹുസൈനെ, കണ്ടിട്ടെങ്കിലും ഇവൻ ഇതിലൊരു വിശ്വാസം വരട്ടെ. ഉമ്മ. ഒരക്ഷരം മുരിയാടാതെ ഞാൻ വരാന്തയിലേക്ക് വന്നു. മുസ്ലിയാർ അജ്ഞത മുഴുവൻ റേഡിയോയിൽ പ്രകടിപ്പിക്കുകയാണ്. ഉപ്പ അടുത്തില്ല. ഹുസൈൻ്റെ വയറുവേദന മാറി. ഞാൻ അറിയിച്ചു.
അൽഹംദുലില്ലാ. അല്ല മുസ്ലിയാരെ, ചുറ്റിലുമൊന്ന് നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഞാൻ ചോദിച്ചു, ഗുളിക ശരീരത്തിന് പിടിക്കാൻ കുറച്ച് സമയമെടുത്തു, അല്ലാതെ നിങ്ങളുടെ വെള്ളം കൊണ്ട് വേദന മാറിയെന്ന വിചാരം? ചെറിയ അബൂബക്കർ മുസ്ലിയാർ റേഡിയോയിൽ നിന്ന് തലയുയർത്തി നിവർന്നിരുന്ന് ഒറ്റ പ്രസ്താവന. അതിന് ഞാൻ എന്ത് പറഞ്ഞത്? വെള്ളം കൊണ്ടാ വേദന മാറിയത് എന്ന് ഞാൻ പറഞ്ഞു. ഉമ്മ വെള്ളം മന്ത്രിക്കണമെന്ന് പറഞ്ഞു, ഞാൻ മന്ത്രിച്ചു കൊടുത്തു, അല്ലാതെന്താ? ഉപ്പ വരുന്നത് കണ്ട് ഞാൻ ഒതുക്കുകൾ ഇറങ്ങി. ഇയാൾ സമർത്ഥൻ കൂടിയാണല്ലോ എന്നോർത്ത് ചിരിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും പറമ്പിൽ പണിക്കാരുടെ അടുത്ത് പോയത്. ഹുസൈൻ അവിടെ എത്തിയിട്ടുണ്ട്. മടങ്ങി വരുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഉപ്പയുടെ മടിയിലിരുന്ന റേഡിയോ സുന്ദരമായി പാടുന്നു. മൾട്ടിമീറ്ററും സോൾഡറിംഗ് അയണുമൊന്നുമില്ലാതെ ചെറിയ അബൂബക്കർ മുസ്ലിയാർ ഇതെങ്ങനെ ശരിയാക്കി? മാത്രമല്ല, അയാൾ റേഡിയോ അഴിച്ച വിധം നോക്കിയാൽ ഇതിൽ ഒരു വിവരവുമില്ലെന്ന് മനസ്സിലാവും. ഞാൻ മുസ്ലിയാരുടെ മുഖത്തേക്ക് കണ്ണു നട്ടു. അവിടെ ചിരി. എങ്ങനെയോ ഇതങ്ങ് നന്നായിപ്പോയി. ഒച്ചയില്ലാതെ ചിരി കൂടുതൽ വിടരുകയാണ്. കക്ഷി എന്നെ കളിപ്പിച്ചതാണോ? ആവാൻ വഴിയില്ല. ബാറ്ററി കോണ്ടാക്റ്റിൽ റസ്റ്റ് ഉണ്ടായിരുന്നിരിക്കണം. ഓർഡർ ഇല്ലെങ്കിലും റേഡിയോ അടിച്ചപ്പോൾ അത് പോയി അസംബ്ലിംഗ് വിചാരിക്കാതെ അങ്ങ് ശരിയായി പോയതാവും. അന്നു മുതൽ ചെറിയ അബൂബക്കർ മുസ്ലിയാർ ഞങ്ങളുടെ വീട്ടിൽ താമസം തുടങ്ങുകയാണ്. ഒരാഴ്ച ഇവിടെ ഉണ്ടാകും. ഉപ്പയും മുസ്ലിയാരും വലിയ കമ്പനിയായി മാറുകയായിരുന്നു. എനിക്കതിൽ വലിയ സന്തോഷം തോന്നി. ഉപ്പയുടെ തലമുറയിൽപ്പെട്ട മിക്ക ചങ്ങാതിമാരും ഇന്നില്ല. ഉള്ളവരാകട്ടെ രോഗികളായും അവശത കൊണ്ടും കിടപ്പിലാണ്. എൻ്റെ സുഹൃത്തുക്കൾ വരുമ്പോഴാണ് ഉപ്പയ്ക്ക് ഒരു കമ്പനി കിട്ടുക. അല്ലാത്തപ്പോഴെല്ലാം റേഡിയോ മാത്രം. സംസ്കൃതം വാർത്ത വരെ കേട്ടങ്ങനെ ഇരിക്കും. മുസ്ലിയാർ താമസമായതോടെ റേഡിയോ ആ കയ്യിൽ കാണാതായി. അബൂബക്കർ മുസ്ലിയാരുടെ മകൻ വന്ന വിവരം പതുക്കെ ഗ്രാമത്തിലെ പല വീടുകളിലും എത്തിയിരുന്നു. എന്നെ അതിശയിപ്പിച്ചത് അതല്ല. ഹുസൈൻ്റെ വയറുവേദന മാറ്റിയതും റേഡിയോ പാടിച്ചതും നാട്ടിൽ ഏതാണ്ട് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വീട്ടിൽ ആൾത്തിരക്കായി. ഒരു ദിവസം 3 ആളുടെ പ്രശ്നം മാത്രമേ കേൾക്കൂ എന്ന് മുസ്ലിയാർ നിയമം വെച്ചു. ആളെ തിരഞ്ഞെടുക്കേണ്ടത് ഉപ്പയാണ്. ഉപ്പയ്ക്ക് ജനത്തിനിടയിൽ ഒരു പ്രത്യേക പ്രാധാന്യം വന്നു. അറിഞ്ഞോ, മൊയ്ലിയാർ നമ്മളെ പറമ്പത്ത് റസിയാന്റെ കാണാണ്ടായ മാല എവിടെയുണ്ടെന്ന് കിറുകൃത്യായി പറഞ്ഞു. അത് കിട്ടി. അടുത്ത ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഉപ്പ പറഞ്ഞു. ചെറിയ അബൂബക്കർ മുസ്ലിയാർ അടുത്തുണ്ടായിരുന്നു. ഭയഭക്തി ബഹുമാനങ്ങൾ ഇരട്ടിച്ച സ്വരത്തിലാണ് ഉപ്പ പറഞ്ഞത്. എന്നാൽ അങ്ങനെയൊന്നുമില്ല എന്ന വിനയഭാവത്തോടെ മുസ്ലിയാർ മിണ്ടാതെ നിന്നു. റസിയയുടെ 5 പവന്റെ മാല കാണാതായിട്ട് മാസങ്ങളായിരുന്നു. പോലീസ് അന്വേഷണം തകൃതിയായി നടന്നെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. ആ മാല നാളെ ചാണകക്കുണ്ടിൽ നിന്ന് കിട്ടുമെന്ന് മുസ്ലിയാർ പറഞ്ഞത്രേ. ഒരു മുട്ടയിൽ ചില കളങ്ങൾ വരച്ച് അതവിടെ കുഴിച്ചിടാനും കൊടുത്തു. മുസ്ലിയാർ പറഞ്ഞതുപോലെ സംഭവിക്കുകയും ചെയ്തു. ചെറിയ അബൂബക്കർ മുസ്ലിയാരുടെ സിദ്ധികളിൽ വിശ്വാസമുള്ള കള്ളൻ വിവരമറിഞ്ഞ് പേടിച്ച് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ മാല ചാണകക്കുണ്ടിൽ കൊണ്ടിട്ടതാണെന്ന കാര്യത്തിൽ എനിക്കു സംശയമില്ലായിരുന്നു. എന്താ അങ്ങനെയല്ലേ? ഒരു തക്കം കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു. മുസ്ലിയാർ പഴയ സാമർത്ഥ്യം വീണ്ടും എടുത്തു. അതിന് ഞാനെന്ത് പറഞ്ഞ്? മുട്ട കുഴിച്ചിട്ടതുകൊണ്ടാ മാല കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞോ? മാല കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ ചാണകക്കുണ്ടിയിലുണ്ടെന്ന് എനിക്ക് തോന്നി, അത് പറഞ്ഞു. വല്ലതും ചെയ്തു എന്ന് വരുത്തണല്ലോ എന്ന് വെച്ച് മുട്ടയും കൊടുത്തു, അല്ലാതെന്താ? റസിയയുടെ മാല വൃത്താന്തം അറിഞ്ഞിട്ടാവണം പിറ്റേന്ന് കാലത്ത് പശുവിനെ കാണാനില്ലെന്ന് പറഞ്ഞ് വടകര പാണ്ഡ്യാലയിൽ പണിയെടുക്കുന്ന മൊയ്യീനെത്തി. അപ്പോൾ ഞാനും സ്ഥലത്തുണ്ടായിരുന്നു. മുസ്ലിയാർ കേട്ടപാടെ പറഞ്ഞു, വയറിളക്കണം. എന്താണ് കാര്യമെന്നറിയാതെ എല്ലാവരും അമ്പരന്നു. 2 നാളായി കാണാത്ത പശുവിനെ കിട്ടണമെങ്കിൽ മൊയ്യീൻ വടകര പോകുന്നതിന് മുമ്പ് വയറിളക്കണം മരുന്ന് കുടിക്കണം. മുസ്ലിയാർ വ്യക്തമായി തന്നെ നിർദ്ദേശിച്ചു. എനിക്ക് ചിരി വന്നിട്ട് നിവൃത്തിയില്ലായിരുന്നു. പശുവിനെ കാണാത്തതിന് മൊയ്യീൻ എന്തിനാണ് വയറിളക്കുന്നത്? മുസ്ലിയാരോട് ആരും ഒന്നും അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ കേൾക്കാൻ നിൽക്കുകയുമില്ല. പ്രതിവിധി നിർദ്ദേശിച്ച് വുളുവെടുക്കാൻ അയാൾ കിണറ്റിൻകരയിലേക്ക് പോയി. മൊയ്യീൻ നിസ്സഹായനായി എന്നെ നോക്കി. ചിരിയടക്കാൻ പാടുപെട്ട് ഞാൻ കിടപ്പുമുറിയിലേക്ക് രക്ഷപ്പെട്ട് ഉറക്കെ ചിരിച്ചു. ഓഫീസിൽ നിന്നെല്ലാം മൊയ്യീന്റെ കാര്യമോർത്ത് ചിരിയായിരുന്നു എനിക്ക്. കക്ഷി വയറിളക്കിയിട്ടുണ്ടാകുമോ? വൈകുന്നേരം വിവരമറിഞ്ഞ് ഞാൻ സ്തംഭിച്ചുപോയി. നവോദയ മെഡിക്കൽസിലെ കമ്പൗണ്ടറോട് പറഞ്ഞ് വയറിളക്കാനുള്ള എന്തോ മരുന്ന് വാങ്ങി മൊയ്യീൻ രണ്ടും കൽപ്പിച്ച് അതങ്ങ് കഴിച്ച് ബസ് കയറിയത്രേ. പോയാൽ വയറ്റുനിന്ന് കുറേ അങ്ങ് പോകും. കിട്ടിയാലോ 4,500 രൂപയുടെ പശു. വള്ളിക്കാട്ടെത്തിയപ്പോൾ അയാൾക്ക് വല്ലാത്ത അസഹ്യതയുണ്ടായി. ക്ലീനറോട് പറഞ്ഞ് ഇറങ്ങിയോടി ആദ്യം കണ്ട പറമ്പിലേക്ക് കയറിയിരിക്കുമ്പോൾ അതാ കാണാതായ പശു പുല്ലുമേയുന്നു. പിന്നീട് മൊയ്യീൻ തന്നെ എന്നോടിത് വിസ്തരിച്ചു. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു വലിയ തലവേദനയായിരുന്നു മാരാർക്കണ്ടി ഇബ്രാഹിയുടെ ഭ്രാന്ത്.
ചെറിയ അബൂബക്കർ മുസ്ലിയാരുടെ ഉറുക്ക് കെട്ടിയതോടെ അത് മാറിയെന്ന് എങ്ങും വലിയ വാർത്തയായി. ഇബ്രാഹിം ഒരു രാത്രിയിൽ ഭാര്യ വീട്ടിലേക്ക് അമ്പലപ്പറമ്പിനടുത്തുള്ള ഇടവഴിയിലൂടെ പോകുമ്പോൾ ഒരു യക്ഷി കൂടിയത്രേ. ഭ്രാന്തിന് ഹേതു. പലതവണ ഷോക്ക് ചികിത്സ നടത്തിയിട്ടും ഭ്രാന്ത് മാറിയില്ല. പിന്നെ ചങ്ങലക്കിട്ടു നാടൻ ചികിത്സ തുടങ്ങി. അതുകൊണ്ടും ഗുണമുണ്ടായില്ല. വല്ലപ്പോഴും ചങ്ങലയിൽ നിന്ന് മോചിപ്പിച്ചപ്പോഴൊക്കെ ഇബ്രാഹിം റോഡിലിറങ്ങി ജനങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്. അത്ര ഗുരുതരമായ രോഗമാണിപ്പോൾ മുസ്ലിയാർ മാറ്റി എന്ന് പറയുന്നത്. ഇബ്രാഹിയെ നേരിൽ കണ്ടപ്പോൾ ഭ്രാന്ത് മാറിയത് എനിക്കും ബോധ്യപ്പെട്ടു. മൊയ്ൻ്റെയും ഇബ്രാഹിയുടെയും അനുഭവങ്ങൾ എനിക്കൊരു സമസ്യ പോലെ തോന്നിയെങ്കിലും ആകസ്മികതകൾ മുസ്ലിയാരെ തുണച്ചു. എങ്കിലും ഞാൻ എന്ത് ചോദിച്ചാലും എന്താണ് സമാധാനം കിട്ടുക എന്ന് എനിക്കറിയാമായിരുന്നു. അതിന് ഞാനെന്ത് പറഞ്ഞ്? അവരത് പറഞ്ഞു, ഞാനത് ചെയ്തു, അതിനെന്താ? ഞാനൊന്നും ചോദിച്ചില്ല. പക്ഷേ എന്നെ വിഡ്ഢിയാക്കുന്ന ചിരി മുസ്ലിയാരുടെ മുഖത്തുണ്ടായിരുന്നില്ലേ? ഞാനത് കണ്ടില്ലെന്ന് നടിച്ച് തോൽക്കാൻ തയ്യാറല്ലെന്ന ഭാവത്തിൽ നടന്നു. വീട്ടിൽ ജനത്തിരക്ക് വർദ്ധിക്കുകയായിരുന്നു. ഒരു ദിവസം 3 ആൾ എന്നത് 5 പേരാക്കി ഉയർത്തി. മറ്റൊരു ദിവസം രാവിലെ 6 മണി മുതൽ 8 മണി വരെ തുടർച്ചയായി പ്രശ്നങ്ങൾ കേൾക്കലും പ്രതിവിധി നിർദ്ദേശിക്കലുമാക്കി. ഇതിനിടയിലെല്ലാം ഉപ്പയെ സ്വാധീനിക്കാൻ കഴിഞ്ഞ ചിലർക്കും അവസരങ്ങൾ കിട്ടി. ബാക്കിയുള്ളവർക്കൊക്കെ മുസ്ലിയാരുടെ വീട്ടിലേക്ക് ഡേറ്റ് കൊടുക്കുകയായിരുന്നു. ഒരു നയാ പൈസ ആരിൽ നിന്നും ചെറിയ അബൂബക്കർ മുസ്ലിയാർ വാങ്ങുന്നില്ല. പിന്നാലെ ആളെ വീട്ടിലെത്തിച്ച് കൂടുതൽ പറ്റാനുള്ള വിളവാണോ ഇതെന്ന് ഇടയ്ക്ക് തോന്നിപ്പോകാറുണ്ടെങ്കിലും ഞങ്ങളുടെ വീട് കച്ചവടം നടത്താൻ ഉപയോഗിക്കുന്നില്ല എന്നതിൽ ആശ്വാസം അനുഭവപ്പെട്ടു. എല്ലാ കേസുകളും മുസ്ലിയാർ അറ്റൻഡ് ചെയ്യുന്നില്ലെന്നും അതിൻ്റെ പരിഹാരം എൻ്റെ പക്കലല്ല എന്ന് പറഞ്ഞ് പലതും മടക്കി അയക്കുന്നുണ്ടെന്നും ഭാര്യ പറഞ്ഞ് അറിയാനുമിടയായി. ജനത്തെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉപ്പയുമൊത്ത് വർത്തമാനം തന്നെ മുസ്ലിയാർ. പിന്നെ പറമ്പിലൊക്കെ ചാടി നടക്കും. പൂമ്പാറ്റകളെ പിടിക്കാനോടും. പക്ഷികളെ കവട കൊണ്ട് ഇത് പേടിപ്പിക്കും. മാങ്ങയ്ക്കെറിയും. സ്കൂളിൽ നിന്ന് എൻ്റെ മക്കൾ എത്തിക്കഴിഞ്ഞാൽ അവരാകും കൂട്ട്. കൂടെ നടന്നുകൊണ്ട് ഉപ്പയും വിശേഷ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിൽ നിന്ന് വന്ന ഉമ്മയും ഭാര്യയും കുട്ടി ഔലിയയുടെ കുട്ടിക്കളികൾ കണ്ട് മൂക്കത്ത് വിരൽ വയ്ക്കും. അന്ന് ഞാനൊരു കല്യാണത്തിന് പോകാൻ ഇറങ്ങിയതാണ്. ഉപ്പയുടെയും മുസ്ലിയാരുടെയും ഗൗരവത്തിലുള്ള സംസാരം കേട്ടുകൊണ്ടാണ് വരാന്തയിൽ വന്നത്. എന്നാലും നിങ്ങളും കൂടി വാ, അത്ര നല്ല സ്ഥലാങ്കില് നമുക്ക് ഒന്നിച്ചു പോവാം, ഒരു രസമല്ലേ? ഉപ്പ പറയുന്നു. നിങ്ങളുടെ പ്രായത്തിൽ അവിടെ ഒക്കെ പോകേണ്ടത്, എനിക്കിനിയും സമയമുണ്ടല്ലോ. മാത്രമല്ല നാട്ടിൽ ഒരുപാട് ജോലിയുണ്ട് എനിക്ക് തീർക്കാൻ. ഒന്നിച്ചു വരാൻ ഒരു നിവൃത്തിയുമില്ല. എന്നെ കണ്ടപ്പോൾ അവർ സംസാരം നിർത്തി. ചെറിയ അബൂബക്കർ മുസ്ലിയാർ ഏതോ സ്ഥലത്തു പോകാൻ ഉപ്പയെ പ്രലോഭിപ്പിക്കുകയാണെന്നും എനിക്ക് പണിയായെന്നും ഞാൻ ഊഹിച്ചു. അല്ല, എങ്ങോട്ടാ? ഇന്ന് ഞായറാഴ്ചയല്ലേ? പതിവ് ചിരിയോടെ മുസ്ലിയാർ. കോഴിക്കോട്ടൊരു സഹപാഠിയുടെ കല്യാണത്തിന് പോവാ. മുസ്ലിയാരുടെ മുഖം ഗൗരവപൂർണമായി. പോണ്ട, എടുത്തടിച്ച പോലെയാണ് പറഞ്ഞത്. പിന്നെ വരാന്തയിലേക്ക് കയറി വന്ന പൂച്ചയെ നോക്കി പൂച്ച പൂച്ച എന്ന് വിളിച്ചു പറഞ്ഞ് അതിന് പിന്നാലെ ഓടി പറമ്പിലേക്ക് പോയി. ഞാൻ വല്ലാതായിരിക്കുകയായിരുന്നു. കല്യാണത്തിന് പോകണമെന്ന കാര്യത്തിൽ എനിക്കൊരു പുനർവിചിന്തനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ മുസ്ലിയാരുണ്ടാക്കിയ സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യും? ഉപ്പയുടെ മുമ്പിൽ വെച്ചല്ലേ പറഞ്ഞത്. വീട്ടിൽ എല്ലാവരും അയാളുടെ പക്ഷത്തായിരിക്കും. വയനാട്ടിൽ നിന്നും വരുന്ന തൻ്റെ ബിസിനസ് സുഹൃത്തുക്കളുടെ കാർ എനിക്കുള്ള സ്ഥലം ഒടിച്ചിട്ട് 10 മണിക്ക് ബസ് സ്റ്റോപ്പിനടുത്ത് നിൽക്കുന്നുണ്ടാവും. അവിടെ എത്തിയാൽ മതി എന്നാണ് സഹപാഠിയുടെ സന്ദേശം. യാത്രാ സൗകര്യം വരെ ഏർപ്പെടുത്തി തന്നിട്ട് പോകാതിരുന്നാൽ എങ്ങനെ? ഒരു രക്ഷയും ഉണ്ടായില്ല. മുസ്ലിയാർ പറഞ്ഞ സ്ഥിതിക്ക് പോണ്ട. ഉപ്പയും ഉമ്മയും ഭാര്യയും ഹുസൈനും ഒറ്റക്കെട്ട്. മുസ്ലിയാരോടൊന്ന് സംസാരിച്ചു നോക്കാമെന്ന് വെച്ചാൽ അതിനും കഴിയില്ല. പറമ്പിൽ നിന്ന് വന്നിട്ടില്ല. വന്നാൽ തന്നെ ഉപ്പയുടെ മുമ്പിൽ വെച്ചത് സാധ്യവുമല്ല. അല്ലെങ്കിൽ തന്നെ മുസ്ലിയാർ എനിക്കിട്ടൊരു കുത്തിയതല്ലേ? വഴങ്ങുമെന്ന പ്രതീക്ഷ ഒട്ടും വേണ്ടതാനും. ആ ചിരി സഹിക്കാൻ ആരെക്കൊണ്ടാവും? അവസാനം പോകേണ്ടെന്ന് വെച്ചു. ദേഷ്യവും സങ്കടവും ഞാൻ ഒരുവിധം പൊറുപ്പിക്കുകയായിരുന്നു. വിവരം പറയാൻ സ്റ്റോപ്പ് വരെ ചെന്നു. കാർ സഹപാഠിയുടെ എനിക്ക് അപരിചിതരായ ചില ചങ്ങാതിമാരെയും വഹിച്ച് കാത്തു നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ ഫാദറുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. പുള്ളിക്ക് കലശലായ ശ്വാസം മുട്ടൽ. വീട്ടിൽ ഞാനില്ലെങ്കിൽ ഫാദർ ആകെ വിഷമിക്കും. അവർ തിരിച്ചുപോയി. തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോഴാണ് അതുണ്ടായത്. ആലോചിക്കുമ്പോൾ ഇപ്പോഴും വിറയലുണ്ടാകുന്നു. വീട്ടിലേക്ക് കടക്കുന്ന വഴിയിൽ സ്ലാബ് ഇട്ടിരുന്നു. ഓവ് കോരാൻ അതെടുത്തു മാറ്റിയതോർക്കാതെ ഞാൻ നടന്നു. നെഞ്ചടിച്ച് ഒറ്റ വീഴ്ചയായിരുന്നു. പിന്നെ ഒന്നും വ്യക്തമായ ഓർമ്മയില്ല. മറ്റുള്ളവർ പറഞ്ഞാണ് പലതും അറിഞ്ഞത്. വീഴുന്ന ഒച്ച അടുക്കളയിലായിരുന്ന ഉമ്മ വരെ കേട്ടു. ഞൊടിയിടയിൽ എല്ലാവരും എത്തി അലറി വിളിച്ചു, ഇക്ബാലേ, ഇക്ബാലേ. ഹുസൈൻ എന്നെ എണീപ്പിക്കുമ്പോൾ ഞാൻ വാ തുറന്ന് കണ്ണു മിഴിച്ച അവസ്ഥയിലായിരുന്നു അത്രേ. അനക്കമില്ല. ഉമ്മയും ഭാര്യയും നിലവിളി തുടങ്ങി. ആളുകൾ ഓടിക്കൂടി.
ഉപ്പ അന്തിച്ചു നിന്നേടത്തായിപ്പോയി. വാ തുറന്നത് അവസാനത്തെ തുള്ളി വെള്ളത്തിന് വേണ്ടിയാണെന്നാണ് ഹുസൈൻ കരുതിയത്. ഹുസൈൻ ഓടിപ്പോയി വെള്ളം കൊണ്ടുവന്ന് വായിലിറ്റിക്കാനുള്ള ഒരുക്കമാണ്. വിഡ്ഢിത്തം കാണിക്കല്ലേ, മാറ് മാറ് നോക്കട്ടെ. ശരിക്കും ബോധം വന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല. ഇടിച്ചു വീണതിനെ തുടർന്നുള്ള ഒരു ചെറിയ വേദന മാത്രം. ഞാൻ കൈയും കാലും കുടഞ്ഞു. ഒരു പ്രശ്നവുമില്ല. മൂരി നിവർന്നു. ഒരു കുഴപ്പവുമില്ല. ശ്വാസം നിന്നോയതാ. മുസ്ലിയാർ കുട്ടിച്ചിരി ചിരിച്ചു. എന്റേതല്ല, ഇക്ബാലിൻ്റേത്. കാറിൽ എന്നെ കാത്തിരിക്കുകയായിരുന്നവരോട് കൂടെ പോകാതിരിക്കാൻ ഞാൻ പറഞ്ഞ കാരണം മുസ്ലിയാർ മനസ്സിലാക്കി കഴിഞ്ഞതായി വിസ്മയത്തോടെ ഞാൻ ആ ടോൺ കൊണ്ട് അറിയുകയായിരുന്നു. നടന്നതെല്ലാം അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായി അത്ഭുതാദരങ്ങളോടെ ചെറിയ അബൂബക്കർ മുസ്ലിയാരെ നോക്കി. അതിന് ഞാനെന്ത് പറഞ്ഞ്? സ്വയം ഒന്നും പറയാതെയും ഞാനൊന്നും ചോദിക്കാതെയും അയാൾ പറഞ്ഞു തുടങ്ങി. ഞാനാ നിങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങൾ വാ പൊളിച്ച് ശ്വാസമില്ലാതെ കണ്ണു മിഴിക്കുന്നു. ഞാനൊന്ന് പുറത്തു തട്ടി, അല്ലാതെന്താ? ആകെ ചെറുതാവും പോലെ. മൊയ്ലിയാറില്ലെങ്കിൽ പടച്ചവന്റെ മുമ്പിൽ എന്ന പോലെ മുസ്ലിയാരെ നോക്കി നിൽക്കുന്ന പ്രിയപ്പെട്ടവരിൽ നിന്ന് ഉമ്മയുടെ പതർച്ചയുള്ള ശബ്ദമാണ് പുറത്തു വന്നത്. ഉമ്മയ്ക്കത് മുഴുമിക്കാനായില്ല. ഉമ്മ എൻ്റെ തോളിൽ വീണ് പൊട്ടിക്കരഞ്ഞു. ദാ ഒരണ്ണാൻ, മുസ്ലിയാർ പ്ലാവിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞത് പെട്ടെന്നാണ്. അയാൾ ആവേശത്തോടെ അങ്ങോട്ടോടി. എല്ലാവരും പകച്ചു നിൽക്കുകയാണ്. വീട്ടിലെത്തി സമനില വീണ്ടെടുക്കവേ ഉമ്മ പറഞ്ഞു, ഇനിയെങ്കിലും എനിക്ക് തെരിഞ്ഞില്ലേ? ചിലർക്ക് അള്ള ഒരു കുതിരത്ത് കൊടുത്തിട്ടുണ്ട്. സ്വരത്തിന്റെ ഇടർച്ച മാറിയിട്ടില്ല. കല്യാണത്തിന് ഞാൻ പോകാൻ ഉദ്ദേശിച്ചിരുന്ന കാറിലുള്ളവരും ആ യാത്രയിൽ തന്നെ കാറ് മറിഞ്ഞ് അവസാനിച്ചെന്ന വാർത്തയാണ് പിറ്റേന്നത്തെ പത്രങ്ങൾ നൽകിയത്. പ്രതികരിക്കാൻ പോലുമാവാതെ ഞാനും വീട്ടിലുള്ളവരും തരിച്ചു നിന്നുപോയി. മൊയ്ലിയാരെ പടച്ചോൻ അയച്ചതാ. ഭാര്യ എന്നെ കെട്ടിപ്പിടിച്ചു തേങ്ങി. ചെറിയ അബൂബക്കർ മുസ്ലിയാർക്ക് മാത്രം ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പതിവുമട്ട്. അയാൾ എൻ്റെ മക്കളെയും കൂട്ടി മുറ്റത്ത് തലപ്പന്ത് കളിക്കുകയാണ്. എത്തും പിടിയും കിട്ടാത്ത ചിന്തകളുമായാണ് ഞാൻ ബാല്യകാല സുഹൃത്തായ ഡോക്ടർ ബാലന്റെ വീട്ടിലെത്തിയത്. ബാലൻ ഫ്രീ ആയിരുന്നു. എന്തും തുറന്നു പറയുന്ന ബന്ധമുള്ള ബാലനോട് ഞാൻ ഉണ്ടായതെല്ലാം വിസ്തരിച്ചു കേൾപ്പിച്ചു. അവൻ എന്നെ വിശദമായി പരിശോധിച്ച ശേഷം പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല. ഞാൻ വല്ലാത്തൊരു നിൽക്കുകയാണ്. എൻ്റെ അവസ്ഥ കണ്ടാവണം ബാലൻ ചിരിച്ചു. നിനക്ക് വട്ട് പിടിച്ചോ? അപ്രസക്തമെന്ന് സ്വയം വിശ്വസിക്കുന്നവയോട് സ്വതേ പുലർത്താറുള്ള അവഗണനയുടെ നീരസത്തോടെ ബാലൻ പറഞ്ഞു, എടോ, നിനക്ക് പെട്ടെന്നുണ്ടായ വീഴ്ചയുടെ പെയിൻ കൊണ്ട് ന്യൂറോജനിക് ഷോക്ക് ആയതാവാനാണ് വഴി. അപ്പോൾ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് കിട്ടിയാൽ ശരിയായിക്കൊള്ളും. മുസ്ലിയാർ പുറത്തു തട്ടി, അത് തന്നേയുള്ളൂ. മറ്റേതെല്ലാം അച്ചിഴഞ്ഞ അക്ഷരമായി എന്ന് പറഞ്ഞ പോലെ അങ്ങ് ഒത്തുപോയതാണ്. നീ വിചാരിക്കുന്ന ഒരു കുന്തവും അതിലൊന്നുമില്ല. അത് വിട്. വാ, നമുക്ക് ചെസ് കളിക്കാം. വീട്ടിലെത്തുമ്പോൾ 5-6 പേരുണ്ട്. മുസ്ലിയാരെ കാണാൻ എത്തിയവരാകും. ഉപ്പ പറഞ്ഞു, ഇനി വരാൻ കാത്തിരിക്കാനോ? മൊയ്ലിയാർ ഇന്ന് പോണമെന്ന്. ചെറിയ അബൂബക്കർ മുസ്ലിയാർ പുറത്തിറങ്ങി വന്നു. നിങ്ങൾ വന്നോ? ഞാനിപ്പോൾ പോവാ കേട്ടോ. നാളേക്ക് ഒരാഴ്ചയാവും. പക്ഷെ ഞാൻ ഇന്ന് തന്നെ പോവാ. എൻ്റെ ഇവിടുത്തെ പണി കഴിഞ്ഞു. എനിക്ക് പോകണം. ഞാനൊന്നും പറയാതെ നിൽക്കുകയാണ്. മുസ്ലിയാർ ഉപ്പയോട് തീപ്പെട്ടി വാങ്ങി തുറന്ന് കോലുകൾ ഉരച്ചെറിയാൻ തുടങ്ങി. ഒരു നാൾ കൂടിയെങ്കിലും താമസിക്കാനുള്ള ഉപ്പയുടെയും ഉമ്മയുടെയും അപേക്ഷ ചെവികൊള്ളാതെ അയാൾ യാത്രയാവുകയാണ്. ഒരു വലിയ സംഘം തന്നെ യാത്ര അയക്കാനുമുണ്ട്. എനിക്കാണെങ്കിൽ ഒരു മിണ്ടാട്ടവും ഉണ്ടായിരുന്നില്ല. ഞാനൊരു യന്ത്രത്തെ പോലെ എല്ലാറ്റിനും കൂടെയുണ്ട് എന്ന് മാത്രം. മുസ്ലിയാർ ഇടയ്ക്കിടെ എന്നെ നോക്കി ആ പഴയ ചിരി ചിരിക്കുമ്പോൾ ഞാൻ കൂടുതൽ ചെറുതായി. ബസ്സിൽ കയറി പോകുമ്പോഴും അയാൾ ആ ചിരി ചിരിച്ചു. ഉറക്കമില്ലാതെ ഈ രാത്രിയിൽ ഞാൻ നീറിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിയാർ എന്തോ ആദ്യമായി കണ്ടപ്പോൾ പറഞ്ഞ ആ വാചകം മുറിയിലാകെ മുഴങ്ങുന്നു. ഈ വീട്ടിൽ ഒരാൾ കുറയുന്നതിന് ഒരാഴ്ച മുമ്പെങ്കിലും. അതെ, ചെറിയ അബൂബക്കർ മുസ്ലിയാർ വന്നത് അയാളുടെ ബാപ്പയുടെ ആശ അനുസരിച്ച് ഈ വീട്ടിൽ ഒരാൾ കുറയുന്നതിന് ഒരാഴ്ച മുമ്പെങ്കിലും ഞങ്ങളോടൊപ്പം താമസിക്കാനാണ്. ഒരാഴ്ചക്ക് ഒരു ദിവസം ബാക്കി നിൽക്കെ വലിയ അബൂബക്കർ മുസ്ലിയാരുടെ ആശ നിറവേറി. ചെറിയ അബൂബക്കർ മുസ്ലിയാർ മടങ്ങിപ്പോയിരിക്കുന്നു. മുസ്ലിയാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അധികം വൈകാതെ ഈ വീട്ടിൽ ഒരാൾ കുറയും. ചെറിയ മുസ്ലിയാർ പോയത് മുതൽ വീട്ടിൽ ഓരോരുത്തരെയും ഞാൻ ആർത്തിയോടെ നോക്കുകയാണ്. ഉപ്പയുടെ കയ്യിൽ വീണ്ടും റേഡിയോ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഉപ്പ പാട്ട് കേൾക്കുകയായിരുന്നു. ഉമ്മയും ഭാര്യയും അടുക്കളയിൽ പതിവ് ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. കുട്ടികൾ പഠിക്കുകയായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഉറങ്ങുന്നു. എല്ലാവരും ശ്വാസം വലിക്കുന്ന ഒച്ച എനിക്ക് കേൾക്കാം. എന്നെ തന്നെ ഒന്നെനിക്ക് കാണാൻ ഞാൻ കണ്ണാടിയിൽ നോക്കി. ഒരുപക്ഷെ ഇത് അവസാനത്തെ കാഴ്ചയാകുമോ? ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ അനുഭവിച്ച് മാത്രം അറിയേണ്ടതാണ്. എനിക്കത് വിശദീകരിക്കാനാവില്ല. റബ്ബേ, നാളെ ഞാനുണ്ടെങ്കിൽ ഏത് പരിതസ്ഥിതിയെയാവും എനിക്ക് നേരിടേണ്ടി വരിക?
കഥ അവസാനിക്കുകയാണ്. നീണ്ട കഥയാണ്. ആരാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. അതേസമയത്ത് കേരളത്തിലൊക്കെ വളരെ പ്രചാരത്തിലുള്ള ചില സിദ്ധികളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് എന്നതുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയിൽ ഒരു സൂഫി വര്യനാകാനാണ് സാധ്യത എന്ന് ഞാൻ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതങ്ങനെയും അല്ലാതിരിക്കാം. വായനക്കാരൻ്റെ സ്വാതന്ത്ര്യത്തിന് വിടുകയാണ് അത് എഴുത്തുകാരൻ ചെയ്തിട്ടുള്ളത്. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ, അദ്ദേഹത്തിൻ്റെ ഭാവനയെ കൂടി ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകാം. അപ്പോഴും അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളെയാണ് അദ്ദേഹം ഇതിലേക്ക് പകർത്തി വെച്ചിട്ടുള്ളത് എന്നു തന്നെ വേണം അനുമാനിക്കാൻ. ആ വീടുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു അനുഭവം തീർച്ചയായും അത് അദ്ദേഹം നേരിട്ട് കണ്ട അനുഭവങ്ങൾ കൂടിയാണ്. അത് പകർത്തി വെക്കുകയാണ് ഈ കഥയിലൂടെ എഴുത്തുകാരൻ ചെയ്തിട്ടുള്ളത്. ഇതേപോലുള്ള കഥകൾ അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതല്ലേ എന്നൊരവസരത്തിൽ അദ്ദേഹത്തോട് തന്നെ ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. ഏതോ ഒരു വേദിയിൽ വെച്ച് ചില കുട്ടികളാണ് ആ ചോദിച്ചത് എന്ന് മനസ്സിലാക്കുന്നു, ചില വിദ്യാർത്ഥികളാണ് ആ ചോദിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ആ ചോദ്യത്തോട് അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ മുമ്പ് വായിച്ചതിൻ്റെ ഓർമ്മയിൽ പറയുകയാണ്. ഇതേക്കാൾ അവിശ്വസനീയമായ കാര്യങ്ങൾ നമ്മുടെയൊക്കെ നാടുകളിൽ നടക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ ഈ അവിശ്വസനീയമായ കാര്യങ്ങളെ മലയാള സാഹിത്യത്തിൻ്റെ നടുമുറ്റത്തേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ഈ കഥയെ സവിശേഷമാക്കി തീർക്കുന്നത്.